നേരത്തെ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ഭാഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾക്ക് അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ന് നമ്മൾ ലോങ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 27, 28, 29, 30 എന്നീ 4 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ 27ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: എക്സാമിൻ ദി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? നമുക്കറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന്റെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് TR മൈനസ് TC ആയിരിക്കും. TR മൈനസ് TC എവിടെയാണോ കൂടുതൽ ഔട്ട്പുട്ട് ആവുന്നത് അവിടെയാണ് ഫേം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നേടുന്നത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേം പ്രൈസ് ടേക്കർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് ഈക്വൽ ടു IR ഈക്വൽ ടു MR ആയിരിക്കും. ഇനി മാർജിനൽ കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫേം ഉൽപാദനം കൂട്ടണമോ കുറയ്ക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് ഈ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും താരതമ്യം ചെയ്തിട്ടാണ്. മാർജിനൽ കോസ്റ്റ് അതായത് MR ഗ്രേറ്റർ ദാൻ MC ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേം ഒരധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഫേമിന് കിട്ടുന്ന വരുമാനം കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഫേം ഉൽപാദനം കൂട്ടും, സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. ഇനി ഈ MR ലെസ് ദാൻ MC ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഫേമിനുണ്ടാകുന്ന ചെലവ് വരുമാനത്തെക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ചെലവ് കൂടുതലായതുകൊണ്ട് തന്നെ ഫേം എന്താക്കും? ഉൽപാദനം കുറയ്ക്കും, ലോസ് ഉണ്ടാവും. ഇനി MR ഈക്വൽ ടു MC എവിടെയാണോ ഈക്വൽ ആവുന്നത് അവിടെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നേടുന്നത്. അതായത് MR ഈക്വൽ ടു MC വരുന്നിടത്താണ് ഫേം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നേടുന്നത്. അതായത് ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് MC കർവ് MR കർവിനെ ബിലോ നിന്നും കട്ട് ചെയ്യണം. ഇവിടെയാണ് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാകുന്നത്. അതായത് MC കർവ് MR കർവിന് എബോവ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് മിനിമം ആയിരിക്കും. അതായത് ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നേടുന്നത് എപ്പോഴൊക്കെയാണ്? വെൻ MC ഈക്വൽ ടു MR, MC കർവ് കട്ട്സ് MR ഫ്രം ബിലോ. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. ചോദ്യം വരുന്നത് വെച്ചാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വെൻ ഡിമാൻഡ് ഇൻക്രീസസ് സപ്ലൈ ഡിക്രീസസ്. എക്സ്പ്ലെയിൻ യുവർ ആൻസർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഇവിടെ ചോദിക്കുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിനും പ്രൈസിനും എന്ത് സംഭവിക്കും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴും സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോഴും. ഇത് ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് വിവരിക്കാനാണ് പറയുന്നത്. അതായത് നമുക്ക് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അതായത് ആദ്യം നമുക്ക് കിട്ടുന്ന ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഓരോ വിലയിലും ആളുകൾ കൂടുതൽ വാങ്ങാനായിട്ട് തയ്യാറാവും. ഈ സമയത്ത് ഡിമാൻഡ് കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുക? പുതിയൊരു ഡിമാൻഡ് കർവ് വന്നു, D1 വന്നു. പഴയ സപ്ലൈ കർവും ഉണ്ട്. അതായത് പുതിയ ഡിമാൻഡ് കർവ് D1ഉം പഴയ സപ്ലൈ കർവ് Sഉം തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് വന്നു. ഇതാണ് ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് F എന്ന് പറയുന്നത്. ഡയഗ്രം നോക്കണേ, F എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു പുതിയ പ്രൈസ് വന്നു P1, പുതിയൊരു ക്വാണ്ടിറ്റി വന്നു Q1 വന്നു. ഇവിടെ പഴയ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും പുതിയ പ്രൈസ്, പഴയ ക്വാണ്ടിറ്റിനേക്കാളും കൂടുതലായിരിക്കും പുതിയ ക്വാണ്ടിറ്റി. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റിക്കും പ്രൈസിനും എന്ത് സംഭവിക്കും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴെന്നാണല്ലോ. അതായത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി റൈസ് ചെയ്യും, പ്രൈസും റൈസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഡയഗ്രാം നോക്കാം. സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് E ആണ്. ഇനി സപ്ലൈ എന്ത് ചെയ്യുന്നു? കുറയാണ് ചെയ്യുന്നത്, സപ്ലൈ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ കർവ് ഇടത്തോട്ട് മാറും. സപ്ലൈ ഡിക്രീസ് ചെയ്യുമ്പോൾ ഉൽപാദകർ ഓരോ വിലയിലും കുറച്ച് മാത്രം നൽകും. സ്വാഭാവികമായിട്ടും സപ്ലൈ കർവ് ഇടത്തോട്ട് മാറും. ഇനിയിപ്പോൾ ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് വന്നു. അതായത് പുതിയ സപ്ലൈ കർവ് S1ഉം പഴയ ഡിമാൻഡ് കർവ് Dയും വന്നു. ഇപ്പൊ ഒരു പുതിയ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വന്നു Q1ഉം പുതിയൊരു ഇക്വിലിബ്രിയം പ്രൈസും വന്നു P1ഉം. ഈ പുതിയ വില പഴയ വിലയേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ പുതിയ ക്വാണ്ടിറ്റി എന്താണ്? പഴയ ക്വാണ്ടിറ്റിനേക്കാളും കുറവായിരിക്കും. അതായത് സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സപ്ലൈ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കൂടുകയും ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യും. അതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ടേബിൾ നിങ്ങൾ നോക്കുക, ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫൈൻഡ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ആൻസറുകൾ നിങ്ങൾക്ക് സംശയം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. അതായത് ഫൈൻഡ്, സേവിങ്സ്,
അതേപോലെ തന്നെ APC, MPC, MPS, APS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് സേവിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സേവിങ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Y മൈനസ് C. Y എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് കൺസംഷന്. ഇനി APC കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് C/Y ആണ്. ഇനി APS കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് S/Y ആണ്. ഫോർമുല വെച്ചിട്ട് തന്നിട്ടുള്ള ടേബിളിൽ നിന്നും ഓരോ നമ്പറുകൾ എടുത്തിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങളുടെ ടേബിൾ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഈ ഫോർമുല വെച്ചിട്ട് ഈ കണക്ക് വെച്ചിട്ട് നിങ്ങളിത് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്തൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ഹൗ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻഡ് ഇൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും മാറുന്നതിനനുസരിച്ചാണ് മാറുന്നത്. അതായത് ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ല, സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്, അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഇമ്പോർട്ട് ഉണ്ടാവുമ്പോൾ, അതേപോലെ തന്നെ ഫോറിൻ ട്രിപ്പുകൾ ഉണ്ടാവുമ്പോൾ, ഫോറിൻ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഈ സമയത്തൊക്കെയാണ് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. ഈ സമയത്ത് എന്തുണ്ടാവുക? ഡൊമസ്റ്റിക് കറൻസിക്ക് ഡിപ്രിസിയേഷൻ വരും. ഇനി ഒരു കറൻസിയുടെ സപ്ലൈ എപ്പോഴാണ് കൂടുന്നത്? സപ്ലൈ കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഉണ്ടാകുമ്പോൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോസിൽ, റെമിറ്റൻസ്, അതേപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകൾ ഒക്കെ വരുന്ന സമയത്ത്. ഈ സമയത്ത് എന്താ ഉണ്ടാവുക? ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രിസിയേഷൻ സംഭവിക്കും. അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആവുന്നത്? ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഈക്വൽ ആവുന്ന ഒരു സമയത്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആവുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയ? അതായത് ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. അതിന്റെ ഇന്റർവെൻഷൻ ഇല്ല, അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഈ 4 ആൻസറും നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഇതിന് കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു 4-5 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം.